എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇന്ന് പകലൊന്നും ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉക്രപ്പനും കുട്ടൂസും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, മണിക്കുട്ടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഭക്ഷണം കഴിച്ച് പോയിട്ട് പിന്നെ ഉക്രപ്പനും കുട്ടൂസും ഇന്നിപ്പോൾ രാത്രിയിലാണ് വന്നത്. ഭക്ഷണം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുള്ള വന്നിട്ട് അവർ റോഡിൽ വന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പിടിച്ച് കയറ്റി. ഇപ്പോൾ ഒരു രാത്രി 11 മണി ആയിട്ടുണ്ട് കേട്ടോ. മണിക്കുട്ടിക്ക് ഞങ്ങൾ കാലത്തും ഉച്ചയ്ക്കൊക്കെ കുറേശ്ശെ ഭക്ഷണം കൊടുത്തു വിട്ടാൽ മണിക്കുട്ടി പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഇവരാണ് കറങ്ങുന്നത്. ഇതാ കുട്ടൂസ് ഇതാ അവന് കൊടുത്തത് തീർത്തിട്ട് ഇനി മണിക്കുട്ടിയുടെ ഷെയർ എടുക്കാൻ വന്നിട്ടുണ്ട്. ഇതാ വെള്ളം കുടിക്കാനാണോ? അല്ല അതാ വള്ളിയല്ലേ. അവൻ മണിക്കുട്ടിയുടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുക. അവൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് ബാക്കി ഉണ്ടാവും. മണിക്കുട്ടി അതിന് സമ്മതിക്കില്ല. അതിനിപ്പോൾ അടുത്ത ആൾ പോകണം. 3 ആളും കൂടി ഇപ്പോൾ മണിക്കുട്ടിയുടെ ഇടയ്ക്കാണ് പോകണം. അപ്പോൾ ആകെ ഉക്രൂസ് ചെന്ന് കഴിഞ്ഞാൽ ഉക്രപ്പൻ ചെന്ന് കഴിഞ്ഞാൽ ചെക്ക അവിടെ നിന്നും പോരും, കുട്ടൂസ് അവിടെ നിന്ന് പോരും. ഇപ്പോൾ മണിക്കുട്ടിയെ പെട്ടി പോയിട്ട് ഞാൻ മണിക്കുട്ടിയുടെ ചോറെടുത്തിട്ട് മാറ്റട്ടെ. ഇല്ല, മണിക്കുട്ടി സ്ലോവിലാണ് കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം കുട്ടൂസ് വന്നിട്ട് മണിക്കുട്ടിയുടെ ഇടയിലേക്ക് വന്നു. അത് കഴിയുമ്പോൾ ഉക്രപ്പനും വന്നു. ഞാൻ എന്നിട്ട് അവർ രണ്ടാളെയും മാറ്റി എന്നിട്ട് മണിക്കുട്ടിയുടെ നിന്ന് കുറച്ച് ചോറിട്ടിട്ട് ഉക്രപ്പന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉക്രപ്പൻ അത് കഴിച്ച് കണ്ടു. അവരുടെ ഉക്രപ്പൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പോകൂട്ടാ. അത് മണിക്കുട്ടിയുടെയാണ്. നീ എന്തിനാ അങ്ങോട്ട് പോണേ? നീ നിന്റെ കഴിക്കേ. ഇവരുടെ തല്ലൂട്ടം തീർക്കാനാണ് നേരമുള്ളൂ കേട്ടോ. ഒരാളുടെ പാത്രത്തിലേക്ക് മറ്റാൾ പോവുക, മറ്റാളുടെ പാത്രത്തിലേക്ക് ഇയാൾ പോവുക. ഞാൻ ഇപ്പോൾ 3 പ്രാവശ്യമായി ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. മണിക്കുട്ടി പോയി തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവൾ വരും. അപ്പോഴേക്കും അത് അവളുടെ പാത്രം ഇവരൊക്കെ കൂടി തീർത്തിട്ടുണ്ടാവും. ഇന്ന് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പകലൊന്നും ഇവർ വന്നിട്ടില്ലല്ലോ. ഉക്രപ്പം മാറി മാറി നടക്കുന്നുണ്ട് ഓരോ കിണ്ണത്തിലേക്കും. അപ്പോൾ മണിക്കുട്ടി ചെയ്യണ നോക്കി അവിടെ പോയി പറക്കുക. അവൾ കണ്ട അവിടെ പോയി ഉക്രപ്പൻ്റെ അവിടെ ആദ്യം പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വറ്റി വീണ് പോയി പറക്കുക. ഇവിടെ പാത്രത്തിൽ വെച്ചെടുത്ത് തിന്നണില്ല അവൾ. അത് കഴിച്ചോ? അത് കഴിച്ചു വിടറേ. അവൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവൾക്ക് മതിയായി. അവൾ കുറച്ച് ചോറ് കൊണ്ടിട്ടുള്ളൂ. എന്താ പറ്റിയെന്ന് അറിയില്ല. എല്ലൊക്കെ എടുത്ത് കഴിച്ചു എന്നുണ്ട് കേട്ടോ. 6-7 പീസ് എല്ലിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അതൊക്കെ എടുത്ത് കഴിച്ചു എന്നുണ്ട്. അങ്ങോട്ട് പോക്കോ. ഇനി അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കണം അവൾക്ക്. ഞങ്ങൾ ഇരിക്കണതിൻ്റെ ഉള്ളിൽ വന്നിരിക്കണം. ഇതാണ് അവളുടെ സ്വഭാവം. ഞങ്ങളിവിടെ ഇരുന്ന് കണ്ട എവിടെയുള്ള വെച്ചാൽ അപ്പം വന്ന് ഞങ്ങളുടെ ഉള്ളിലിരിക്കും. ഉക്രപ്പം മാറി മാറി ഓരോ ആൾക്കാരുടെ പ്ലേറ്റിലേക്കും പാത്രത്തിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉക്രപ്പന് ഇനിയും മതിയായിട്ടില്ല. ഉക്രപ്പന് മറ്റു പറക്കണ്ടല്ലോ അവിടെ പോയിട്ട്. ഉക്രപ്പൻ അങ്ങനെ ചെയ്യാറില്ല സാധാരണ. എന്നാൽ ആർക്കും മതിയായിട്ടില്ല. കൊണ്ട് കണ്ടവാനും ചോറിട്ട ദിവസം എല്ലാവർക്കും അതൊക്കെ തീർക്കും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്കും കാലത്ത് അവരൊന്നും വന്നിട്ടില്ല. മണിക്കുട്ടിക്ക് മാത്രമേ ഉച്ചയ്ക്കും കാലത്തൊക്കെ കിട്ടിയിട്ടുള്ളൂ കുറേശ്ശെ. അവരൊന്നും ഉച്ചയ്ക്കും വന്നിട്ടില്ല, കാലത്തും വന്നിട്ടില്ല. പിന്നെ നല്ല എക്സസൈസ് അല്ലേ, ഓട്ടമായിരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ല വിശപ്പായിരുന്നുകൊണ്ട് എന്തായാലും വെച്ച ചോറ് മുഴുവൻ തീർത്തു. 3 ആൾക്കും കൂടി വെച്ചതാണ്. ഞങ്ങൾ നാളത്തെ കോഴിക്കും കൂടിയുള്ളതാണ്. അതൊക്കെ കൂടി ഇവർ തീർത്തു തന്നെ. ഉക്രപ്പം ഇന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ. അവിടെ എടുക്കുകയാണ്. സാധാരണ ഭക്ഷണം കഴിഞ്ഞാൽ ഉക്രപ്പം പോവും, അതിൻ്റെ പിന്നാലെ കുട്ടൂസും പോവും. ഇന്ന് അവൻ പോയിട്ടില്ല. കാരണം അവൻ ഇപ്പോൾ വന്നല്ലോ. അതുകൊണ്ടാണെന്നുണ്ട്. മറ്റേത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവനെ കെട്ടിയിടുകയല്ലേ ചെയ്യുക. അപ്പോൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഓടിപ്പോവും. ഇന്നിപ്പോൾ അവൻ ഇപ്പോൾ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പോയിട്ടില്ല. ഇനിയിപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ കിടന്നാലും ഞങ്ങൾ ലൈറ്റൊക്കെ കെടുത്തുമ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലും രാവിലെ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല. മണിക്കുട്ടി കൊടുത്തപ്പോൾ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെയും പ്ലേറ്റ് നക്കി തുടക്കാൻ നടക്കുക. ചെക്കനും അവിടെ നിൽക്കുന്നുണ്ട്. എന്താ നീ ഭക്ഷണം കഴിക്കാഞ്ഞേ? നിൻ്റെ ഭക്ഷണമൊക്കെ കൂടി അവർ തീർത്തില്ലേ?
നക്കാനാണ് അവൾക്ക് താല്പര്യം. അവർ തീർത്തില്ലേ? മതി മതി മതി. ആ ചെക്കൻ പോയിട്ടാ. ഉക്കുറ് പോണില്ല. ചെക്കൻ അങ്ങനെ ഒറ്റയ്ക്ക് പോവാറില്ല. ഉക്കുറ് ഉണ്ടെങ്കിലേ പോവാറുള്ളൂ. ഇപ്പോൾ ചെക്കൻ പോയി ഇന്ന്. ഇനിയിപ്പോൾ വരികയായിരിക്കും. ഉക്കുറും ഇല്ലാത്തതുകൊണ്ട് അവൻ തിരിച്ചു വരും. ഉക്കുറുണ്ടെങ്കിൽ അവന് ധൈര്യമുള്ളൂ. ഇനിയിപ്പോൾ ഉക്കുറ് നോക്കുന്നുണ്ട്. ചെക്കൻ പോയ വഴിക്ക് ഉക്കുറ് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഉക്കുറും പോവും. ഇതാ ഉക്കുറും പോവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. കുട്ടൂസ് പോയതുകൊണ്ട് പിന്നെ ഉക്കുറും ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കുട്ടു പോയ ഭാഗത്തേക്ക്. ഇനി ഉക്കുറും പോകുമെന്ന് എനിക്ക് തോന്നണം. ഇതാ പോണു. അവനും പോയി. ഞാൻ കരുതി ഇന്നവൻ പോവില്ല എന്നാണ് കരുതിയത്. കാരണം ഇന്നിപ്പോൾ വന്നല്ലോ, അതുകൊണ്ട് പോവില്ല എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനും പോയി. ഇനി മണിക്കുട്ടി ഒറ്റയ്ക്കായി. അവൾ ഒരിക്കലും പോവില്ല കേട്ടോ. അവളിനി ഇവിടെ കിടക്കും. ഞങ്ങളുടെ സ്റ്റെപ്പമ്മ കിടക്കും. മഴ പെയ്താലും അവൾ സ്റ്റെപ്പമ്മ തന്നെ കിടക്കും. നല്ല മഴയാണെങ്കിൽ ഇങ്ങോട്ട് കയറി കിടക്കും. പണ്ടൊക്കെ അവൾ ഇങ്ങോട്ട് കയറി കിടന്നിടുന്നതാണ്. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു. ഉമ്മറ തന്നെയായിരുന്നു. അല്ലെങ്കിൽ കസേരയിൽ. ഇപ്പം ഞങ്ങൾ കസേര വെക്കുന്നില്ല. കസേര വെച്ചാൽ കസേരയിൽ കയറി കിടക്കും. ഈ പാത്രങ്ങളൊക്കെ അതിലൊക്കെ കുറേശ്ശെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ അവരൊക്കെ കുറേശ്ശെ ബാക്കി വെച്ചിട്ടാണ് പോയത്. മണിക്കൂട്ടി ശരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അവൾ ഒരു പാത്രം പോയിട്ട് ഇതാ ക്ലീൻ ആക്കുന്നുണ്ട്. മറ്റേ പാത്രം ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ചോറുണ്ട്. പക്ഷെ അത് അവൾ കഴിക്കുന്നില്ല. ഞാൻ 2 കഷ്ണം എല്ല് അതിലിട്ട് കൊടുന്നിട്ട് കൊടുത്ത് ചിലപ്പോൾ അവൾ കഴിക്കും. ഞാനിപ്പോൾ അതിന് എല്ല് കൊടുന്നിട്ടു കേട്ടോ. 2-4 കഷ്ണമാണ് എല്ല് കൊടുന്നിട്ടു. കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ കഴിക്കുന്നുണ്ട്. ചൊറിയ ഇവിടെ ചൊറിയാണത്. അതെയോ? ഇവിടെ ചൊറിയ മണിക്കൂട്ടിക്ക്. ഇവിടെ ചൊറിയ. ഇവിടെ ഇങ്ങനെ ചൊറിയുമ്പോൾ മാഞ്ചി തരാനാ. അതെയോ? എന്ത് ഇവിടെ ചൊറിയാണത് ഇങ്ങനെ? എനിക്കത് ശരിക്കും ഇട്ടുതരാം. മാറി അതിൽ കിടന്നു. അവിടെ കിടന്നു ഇങ്ങടല്ല. അവിടെ കിടക്കും. അവിടെ കിടന്നു. അത് വിരിച്ചുണ്ട്. ഇതാണ് അവളുടെ പരിപാടി. ഇതാണ് മണിക്കുട്ടിയുടെ പൊസിഷൻ കേട്ടോ. അവൾ ഈ സ്റ്റെപ്പുമ്പോൾ കയറി കിടന്നു. മറ്റവരൊക്കെ പോയി. അവളിവിടെ കയറി കിടന്നു. ആ ചവിട്ടി ഇപ്പോൾ അങ്ങോട്ട് നിരങ്ങി. അത് ശരിക്കും ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ. വീഴണ്ട. എന്താ ഞാൻ ചവിട്ടി ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തുട്ട കൈകൊണ്ട് കാണിക്കണേ? പപ്പേനെ എന്തുട്ട കൈകൊണ്ട് കാണിക്കണത്? എൻ്റെ നഖം പറ്റണം കേട്ടോ. ഇവൾക്ക് നഖം കൂടുതലല്ല. ഉക്കുറപ്പിനും കുട്ടൂസിനും ഇത്ര നഖമില്ല. ഇവൾക്ക് നല്ല നഖമാണ്. അപ്പം ഇവളുടെ പൊസിഷൻ ഇതാണ് കേട്ടോ. ഇവള് നേരം വെളുക്കോളം ഇനി ഇവിടെ കിടക്കും. നേരം വെളുത്ത് ഞാൻ എനിക്കുമ്പോഴും ഇവിടെ കിടക്കുന്നുണ്ടാവും അവള്. അവൾക്ക് ഇങ്ങനെ ഒരാളുടെ രീതി ഇങ്ങനെ അവളെങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അവിടെ ഇരിക്കും. വന്നിട്ട് ഞങ്ങളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നിരിക്കും. എവിടെയുള്ള വെച്ചാൽ ഇവിടെ വന്നിരിക്കും. ഇനിയിപ്പോൾ നാളെ നേരം വെളുത്തിട്ട് നോക്കാം. നമ്മുടെ ഉക്കുറപ്പനെയും കുട്ടൂസിനെയും ഒക്കെ അവർ പോയി. ഇനിയിപ്പോൾ രാത്രിയിൽ വരില്ല. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.